നല്ല ഒന്നാം തരം ഒട്ടക ഇറച്ചി വേണം, മലപ്പുറത്ത് വരെ. അതും രാജസ്ഥാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നതായതുകൊണ്ട് ഒരു പ്രത്യേക രുചിയും മറ്റും കാണും. പിന്നെ ഈ വരുന്ന വ്യാഴാഴ്ച, അതായത് ഇന്ന്, മലപ്പുറത്ത് കാവന്നൂരും ചീക്കോടുമാണ് ഈ ഐറ്റം കിട്ടുക. പക്ഷേ നേരത്തെ തന്നെ ഈ കാണുന്ന നമ്പർ 9946463638 ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യണം. എന്നാലേ നല്ല മുഴുത്ത ഭാഗം നോക്കി മാറ്റി വയ്ക്കാനാകും. അതും കിലോയ്ക്ക് 600 രൂപ മാത്രം. സത്യം പോലെ വാട്സപ്പിൽ പരസ്യം ചെയ്ത ഇറച്ചി വെട്ടുകാരൻ ബാവ കാക്കയുടെ ഈ പരസ്യമാകട്ടെ നിമിഷ നേരം കൊണ്ട് വൈറലാവുക മാത്രമല്ല, കാക്ക ഇപ്പോൾ പോലീസിന്റെ വലയിലുമായി. ആട്, പോത്ത്, പന്നി, കോഴിയൊക്കെ കഴിച്ചു മടുത്തവർക്കിടയിൽ രാജസ്ഥാൻ ഒട്ടകം വെച്ച് കീച്ചതാണ് കാക്കയ്ക്കിപ്പോൾ പുലിവാലായത്. സംഭവത്തിലിപ്പോൾ ഒട്ടകങ്ങളെ കൊന്ന് ഇറച്ചി വിൽക്കാൻ നീക്കമെന്നുള്ള വിവരത്തെ തുടർന്ന് പോലീസ് അന്വേഷണം തുടങ്ങിയതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 2011 ഫുഡ് സേഫ്റ്റി ആൻഡ് റെഗുലേഷൻ പ്രകാരം ഒട്ടക മാംസം കശാപ്പ് ചെയ്യുന്നതും കഴിക്കുന്നതും നിരോധിച്ചിരിക്കുകയാണ്. വാട്സപ്പ് വഴിയുള്ള പരസ്യങ്ങളിലൂടെയാണ് ഇറച്ചിക്ക് ആവശ്യക്കാരെ അദ്ദേഹം കണ്ടെത്തിയത്. ഈ പരസ്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണത്തിന് നിർണായകമായത്. പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മാത്രമല്ല, മലപ്പുറം കവനൂരിൽ കിലോയ്ക്ക് 700 രൂപയും ചീക്കോട് 600 രൂപയും ഒട്ടക ഇറച്ചിയുടെ വില നിശ്ചയിച്ചിരിക്കുന്നത്. രാജസ്ഥാനിൽ നിന്നാണ് ഈ ഒട്ടകങ്ങളെ കടത്തിക്കൊണ്ടുവന്നതെന്നാണ് വിവരങ്ങൾ. ഒട്ടകത്തെ കശാപ്പ് ചെയ്യുന്നതൊക്കെ നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ്. ഈ നിയമലംഘനത്തിനെതിരെയാണ് പോലീസ് ഇപ്പോൾ നടപടി സ്വീകരിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. അതുമാത്രമല്ല, ഒട്ടകയിറച്ചി വിൽപ്പന സംഘങ്ങളെക്കുറിച്ച് പോലീസ് ഇപ്പോൾ വിശദമായി അന്വേഷണം നടത്തുന്നു. വാട്സപ്പ് പരസ്യത്തിലെ നമ്പറിൽ വിളിച്ചപ്പോൾ ഇറച്ചിയെല്ലാം മുൻകൂട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും നാളെയാണ് വിൽപ്പനയെന്നും മറുപടി ലഭിച്ചു. ഈ വിവരങ്ങൾ അന്വേഷണത്തിനേറെ സഹായമാകും എന്നാണ് റിപ്പോർട്ടുകൾ. പോലീസിന്റെ ലക്ഷ്യം നിയമലംഘനം തടയുക എന്നതെന്നാണ് വിവരങ്ങൾ. മാത്രമല്ല, അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് സംഭവത്തിൽ പങ്കുചേർന്നവരെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അതായത് ഒട്ടകങ്ങളെ കടത്തിക്കൊണ്ടുവന്ന വഴികൾ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ഇത്തരം നിയമലംഘനങ്ങൾ തടയുന്നതിന് കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെ പോലീസ് അറിയിച്ചിരിക്കുന്നു. ഒട്ടകയിറച്ചി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം പുരോഗമിക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. കുറ്റവാളികളെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് തന്നെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് ഉറപ്പ് നൽകിയിരിക്കുന്നു. അതേസമയം മലപ്പുറം ജില്ലയിൽ നടന്ന ഈ സംഭവം വ്യാപകമായി പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നാണ് പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അന്വേഷണത്തിന്റെ പുരോഗതിക്കായി കാത്തിരിക്കുകയാണ് ജനങ്ങൾ. അതേസമയം രാജസ്ഥാനിൽ നിന്നാണ് 4 ഒട്ടകങ്ങളെ മലപ്പുറത്ത് എത്തിച്ചത്. 1 കിലോ ഒട്ടക ഇറച്ചിക്ക് 600 മുതൽ 700 വരെയാണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഒട്ടകങ്ങളെ കശാപ്പ് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. 5 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. പരസ്യം നൽകിയതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ്. അതേസമയം അറബ് രാജ്യങ്ങളിൽ പല ആവശ്യങ്ങൾക്കായി ഒട്ടകത്തെ ഉപയോഗിച്ച് പോരുന്നുണ്ട്. പ്രധാനമായും രോമം, പാലും, മാംസം തുടങ്ങിയവയ്ക്കും മരുഭൂമിയിലെ യാത്രകൾക്കുമാണ് ഇവയെ കൂടുതൽ ഉപയോഗിക്കുന്നത്. 40-50 വർഷം വരെ ഒട്ടകത്തിന് ആയുസ്സുണ്ട്. മാത്രമല്ല, ഒട്ടകം ഒരു പുരാതന മൃഗമാണ്. മുൻകാലങ്ങളിൽ ധാരാളം ആവശ്യങ്ങൾക്കായി ഒട്ടകത്തെ ഉപയോഗിച്ചിരുന്നു. അറേബ്യൻ ഗോത്രങ്ങൾക്കും വംശങ്ങൾക്കുമാണ് അവയുടെ വില പോലും നന്നായി അറിയാവുന്നത്. ഒട്ടകങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രതിരോധ ശേഷിയുടെ കാര്യത്തിൽ ഒട്ടകപ്പാലിന്റെ ഗുണങ്ങൾ വളരെ വലുതാണ്. മാത്രമല്ല, അലർജിക്ക് കാരണമാകുന്ന സംയുക്തങ്ങളൊന്നും ഒട്ടകപ്പാലിൽ ഇല്ല എന്നതുകൊണ്ട് തന്നെ ഏറ്റവും പോഷക ഗുണമുള്ള പാലാണ് ഒട്ടകത്തിന്റെ പാലെന്നും വ്യക്തമാണ്. അതുമാത്രമല്ല, കൊറോണ വൈറസ് ഉൾപ്പെടെയുള്ള നിരവധി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനും ഒട്ടക മാംസത്തിൽ നിന്നുള്ള ഭക്ഷണ ഉൽപ്പന്നങ്ങളും ഒട്ടകപ്പാലിനെ ആന്റി ബാക്ടീരിയൽ സഹായിക്കുന്നതായി ശാസ്ത്രീയ പഠനങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. സംഭവത്തിൽ എന്തായാലും ഒട്ടക ഇറച്ചി വിൽക്കാൻ ശ്രമിക്കുന്ന മലപ്പുറത്തെ ഇറച്ചിക്കടക്കാരെ ചുറ്റിപ്പറ്റിയാണ് അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.